നമ്മളിന്ന് കളമശ്ശേരിക്ക് അടുത്താണ്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നുള്ളത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റാണ്. 5 മീറ്ററാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല കോമൺ അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് മാത്രമല്ല, മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഈസി ആക്സസ് ഉണ്ട്. ഇത് കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വില്ല വന്നുള്ളത്. 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്റർ വൈഡ് റോഡാണ് ഇതിന് വന്നുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്തുണ്ട്. വലിയൊരു വാഹനം നമ്മുടെ പോർച്ചിനകത്ത് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് വന്നുള്ളത്. ഫ്രണ്ടിലായിട്ട് ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിരിക്കുകയാണ്. കിണർ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പോൾ വെല്ല് വന്നിട്ടുണ്ട്. വലിയ കിണറും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സൈഡ് വശങ്ങളെല്ലാം സെറ്റ് ബാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പോർച്ച് ചെയ്തിരിക്കുന്നത് ഫുള്ള് പാനൽ ചെയ്തിട്ടാണ്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ RCC കഴിഞ്ഞിട്ട് പാനൽ ചെയ്തിരിക്കുന്ന വശങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ വാഹനം പാർക്കാനുള്ള സ്പേസുള്ള പോർച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ തന്നെയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന ഡോറും കൂടിയാണ്. അപ്പോൾ പാനൽ ചെയ്തിരിക്കുന്നത് കട്ട്ല. അത് കൂടാതെ തന്നെ സിംഗിൾ ഡോറാണ്. നല്ലൊരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ്ങിലേക്കാണ് വരുന്നത്. ലിവിങ് സ്പേസിൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് TV സ്പേസാണ്. ക്യൂരിയോസ് ക്യാബിനറ്റ് ആക്കാം, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സും ആക്കാം. അതിനകത്ത് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് കളറാണ് വന്നുള്ളത്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ L ഷേപ്പിൽ നമുക്ക് കോർണർ സെറ്റീസ് ഇടാവുന്നതാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് സൈഡിൽ വലിപ്പമുള്ള വിൻഡോസ് വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഫാർ സീലിംഗിൽ LED ലൈറ്റിനോടൊപ്പം തന്നെ ഒരു പ്രൊഫൈൽ ബീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ബീഡിങ്ങുകളാണ്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എൻ്റർ ആവുകയാണ്. അതിന് മേലെയായിട്ട് ഭംഗിയായിട്ട് കവറിങ് ഒക്കെ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസാണ്. വിത്ത് കോർട്ട്യാർഡോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. കൂടാതെ സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ട് അതിനകത്താണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റിന് മേലെ ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ വരുന്നുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിൽ കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചനാണ്. ആദ്യം കാണേണ്ടത് നമുക്ക് കോർട്ട്യാർഡാണ്. നേരെ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാം. ഇത് ശരിക്കും ഒരു വിൻഡോസ് ആയിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. നമുക്ക് അകത്തേക്ക് ഇറങ്ങാം. നല്ലൊരു കോർട്ട്യാർഡ് കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 4-way LED ലൈറ്റ് വരുന്നുണ്ട്. 2 വശത്തേക്കും ഡോറ് കൊടുത്തിരിക്കുകയാണ്. 2 സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. ഓപ്പൺ കിച്ചനാണ്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നാനോ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് കളർ. അതുകൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാം. വർക്ക് ഏരിയ ആണ്. പവർ പോയിന്റ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ഒരു സിങ്ക് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലാബ് വിരിച്ചുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് ടാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്.
ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 14 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഭംഗിയുള്ള വിൻഡോസുകളാണ് ഇതിന് കൊടുത്തുള്ളത്. ഫാസ്റ്റ് സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ഒരു സൈഡിലെ ഫാസ്റ്റ് സീലിങ്ങുകളാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്ചറിലുള്ള PVC ഫൈബർ ലൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. സൈഡിൽ മാറി ഒതുങ്ങിയാണ് വാർഡ്രോബ്സ് വന്നുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. ടൈലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേണും നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ്. ഡോർ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. ചെയർ വന്നിരിക്കുന്നത് ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ടൈലിലാണ് വന്നുള്ളത്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ കയറി ചെല്ലുന്നത് വെസ്റ്റ് സൈഡിലെ ഭിത്തിയാണ്. അതിന് ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഫാസ്റ്റ് സീലിംഗിൽ മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് സീലിംഗ് ഡിസൈൻ തന്നെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളും ബുക്ക് ഷെൽഫും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് സ്പേസ് ആയിട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇവിടെ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. താഴെ കണ്ട അതേ രീതിയിലുള്ള ഡിസൈനാണ്. ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് വുഡിൻ്റെ ടെക്സ്ചർ ടൈലാണ്. അപ്പോൾ ഭംഗിയുള്ളൊരു സ്പേസും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 14 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സ്റ്റോറേജ് സ്പേസ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഇവിടെ ആയിട്ട് ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ നിന്നാണ് LED ലൈറ്റുകളൊക്കെ കൊടുത്തുള്ളത്. ടൈല് ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ തന്നെയാണ്. ഇതിനൊരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ലൊരു ബാൽക്കണിയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിലൊരു ജാലി ഡിസൈനായി കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബിൽ. അത് കൂടാതെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് ഭംഗിയായിട്ട് പാനൽ ചെയ്തിരിക്കുകയാണ്. LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. പതിനാല് അടി നീളവും 11 അടി വീതിയിലുമാണ്. ഒരു ബാത്ത് ഒതുങ്ങി മാറിയിട്ട് വാൾഡ്രോബ്സ് വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെയായിട്ട് വാട്ടർ പോയിൻ്റ്, പവർ പോയിൻ്റ്, വേസ്റ്റ് ലൈൻ, അവിടെ അയൺ ടേബിൾ ഇടാനുള്ളൊരു സ്പേസ്. അതുകൂടാതെ തന്നെ ഇതിനെ ഒരു സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ടോ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അത്രയും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം ഇവിടെ സ്റ്റെയർ വന്നിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നതൊക്കെ സ്ക്വയർ ട്യൂബിലുമാണ്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാവുന്നതാണ്. മനോഹരമായ വീടിൻ്റെ കാഴ്ചയാണ് കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരിക്ക് അടുത്ത് നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റ് 300 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളുമാണ്. ഇതിൽ വരുന്നത് ഒരു സെറ്റ് വരുന്നുണ്ട്, ബെഡ്, കോട്ട് വരുന്നുണ്ട്, 3 ബെഡ്റൂമിലും ഫാൻ വരുന്നുണ്ട്. കൂടാതെ ഒരു വേസ്റ്റ് ബിന്നും കൊടുത്തിട്ടാണ് വീട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിലിണങ്ങുന്ന വീട് അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.